ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു വിചിത്രമായ പ്രസ്താവനയോടുകൂടിയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്തു തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. സാധാരണ സ്നേഹിക്കുന്നവർ രോഗബാധിതരായി എന്ന് കേട്ടാൽ പെട്ടെന്ന് തന്നെ അവരെ പോയി സന്ദർശിക്കുകയാണ് നമ്മുടെ പതിവ്. നമ്മുടെ പ്രിയപ്പെട്ടവർ അതാണ് ആഗ്രഹിക്കുന്നതും. എന്നാൽ ലാസർ ഗുരുതരാവസ്ഥയിലാണെന്ന് കേട്ടപ്പോൾ നിരവധി തവണ അവൻ്റെ വീട്ടിൽ കഴിയുകയും ഒപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്ത യേശു മനഃപൂർവ്വം 2 ദിവസത്തേക്ക് മാറി നിൽക്കുന്നു. ഏറെ വിചിത്രമാണത്. അവൻ വന്ന് ലാസറിനെ മരിച്ചതായി കാണുമ്പോൾ മറിയവും മർത്തായും അവനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, നേരത്തെ വന്നിരുന്നെങ്കിൽ, കൃത്യസമയത്ത് വന്നിരുന്നെങ്കിൽ ലാസർ മരിക്കുമായിരുന്നില്ല എന്ന് പറയുന്നതും വെളിവാക്കുന്നത് യേശുവിൻ്റെ ഒരു നിസ്സംഗതയിലേക്കാണ്. പലപ്പോഴും നാമും ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? സർവശക്തനും സ്നേഹസമ്പന്നനുമാണെങ്കിൽ എന്തുകൊണ്ട് നമ്മെ ശ്രദ്ധിക്കുന്നില്ല, ഇടപെടുന്നില്ല, രോഗങ്ങൾ സഹനങ്ങൾ മാറ്റുന്നില്ല? എന്തുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുന്നവർ സഹിക്കേണ്ടി വരുന്നു എന്നൊക്കെ. എന്നാൽ യേശു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു എന്നതാണ് സത്യം. എന്നാൽ അവൻ്റെ സമയം നമ്മുടേതിനേക്കാൾ മികച്ചതാണ്. യെശയ്യാ പ്രവാചകൻ വഴി അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. നമുക്ക് ഉടനടി ഉത്തരം ലഭിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത് നമുക്ക് മികച്ചതാകണമെന്നില്ല. ദൈവത്തിൻ്റെ സമയത്ത് അത് പ്രയോഗിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായിരിക്കുമെന്ന് അവൻ്റെ ജ്ഞാനത്തിൽ അവനറിയാം. അതുകൊണ്ടാണ് അവൻ വൈകുന്നത്. കാരണം അവൻ്റെ ശക്തിക്ക് പരിധിയില്ല. രോഗികളെ സുഖപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും അവിശ്വാസിയെ പരിവർത്തനം ചെയ്യാനും അവന് കഴിയും. അവൻ്റെ സ്നേഹത്തിന് ഒരു പരിധിയുമില്ല. നമ്മൾ അർഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും മികച്ചത് യേശു ആഗ്രഹിക്കുന്നു. നമുക്ക് അതറിയില്ലെന്ന് അവനറിയാം. അവൻ അവസാനം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. പക്ഷേ നമുക്കൊന്നിൻ്റെയും അവസാനമോ ഭാവിയോ കാണാൻ കഴിയുന്നില്ല. അതിനാൽ പൂർണ്ണവും പരിധിയില്ലാത്തതും അനന്തവുമായ അവൻ്റെ സ്നേഹത്തിലും ശക്തിയിലും ജ്ഞാനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ മികച്ചത് ദൈവം നമുക്ക് നടത്തിത്തരുമെന്ന് നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്ന് തിരിച്ചറിയണം. ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് യേശു പ്രകടമാക്കുന്ന ഈ 3 ഗുണങ്ങൾ, ജ്ഞാനം, സ്നേഹം, ശക്തി എന്നിവ ധ്യാനിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. ഒന്നാമതായി യേശുവിൻ്റെ ജ്ഞാനം. കാത്തിരിപ്പിലൂടെ അവൻ തൻ്റെ ജ്ഞാനം പ്രകടമാക്കി. അങ്ങനെ മേരിയും മർത്തായും പ്രതീക്ഷിച്ച രോഗശാന്തി അത്ഭുതത്തേക്കാൾ വലിയ അത്ഭുതം, പുനരുദ്ധാനം സംഭവിച്ചു. രണ്ടാമതായി യേശുവിൻ്റെ സ്നേഹം. യേശു കരഞ്ഞു എന്ന ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യത്തിലൂടെ അവൻ ലാസറിനോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കി. നമ്മുടെ സഹനങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ദൈവത്തിന് എന്തു തോന്നുന്നുവെന്ന് ക്രിസ്തു ഇവിടെ കാണിച്ചു തരികയാണ്. സത്യത്തിൽ ദൈവത്തിൻ്റെ കണ്ണുനീർ യേശു കാണിച്ചു തരികയാണ്. അവൻ്റെ സ്നേഹം തികച്ചും മാനുഷികവും ദൈവീകവുമാണ്. നമ്മുടെ വേദനകളിൽ ദൈവം നിസ്സംഗനല്ല. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമതായി അവൻ്റെ ശക്തി. കേവലം രോഗത്തെ മാത്രമല്ല, മരണത്തെയും തൻ്റെ വാക്കുകൊണ്ട് കീഴടക്കി അവൻ തൻ്റെ ശക്തി പ്രകടമാക്കി. അവൻ ആജ്ഞാപിച്ചു, ലാസറെ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. മരണം പോലും അവൻ്റെ വാക്ക് അനുസരിക്കുന്നു. ഒന്നാഴമായി ചിന്തിച്ചാൽ മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുന്നതിനേക്കാൾ വലിയ മറ്റൊരത്ഭുതം ഇന്നത്തെ സുവിശേഷത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് മർത്തായുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. മൃതശരീരത്തെ ഉയർപ്പിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണിത് എന്ന് പറയാൻ കാരണം, ഒരു മൃതദേഹത്തിന് യേശുവിൻ്റെ വചനത്തെ, യേശുവിൻ്റെ ശക്തിയെ ചെറുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ജീവനുള്ള ആത്മാവിന് കഴിയും. ഒരു മൃതശരീരത്തിന് വിശ്വാസത്തെ നിരസിക്കാനുള്ള ഇച്ഛാശക്തിയും മനസ്സും ഇല്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരാളിന് ഇത് രണ്ടുമുണ്ട്. അതുകൊണ്ട് ദൈവം ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിച്ചത് മഹത്തായ കാര്യമാണെങ്കിലും ഒരു പാപിയിൽ നിന്ന് വിശുദ്ധനെ സൃഷ്ടിക്കുന്നത് അതിനേക്കാൾ മഹത്തരമായ കാര്യമാണ്. ലാസറിൻ്റെ മൃതശരീരത്തിന് എഴുന്നേൽക്കാനുള്ള യേശുവിൻ്റെ കൽപ്പന ലംഘിക്കാൻ ശക്തിയില്ലാത്തതുപോലെ അവൻ്റെ വാക്കുകൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അതിനെ ചെറുക്കാൻ ഒന്നുമില്ലായ്മയ്ക്ക് ശക്തിയില്ലായിരുന്നു. എന്നാൽ ഒരു മനുഷ്യാത്മാവിന് ഇച്ഛാസ്വാതന്ത്ര്യമുണ്ട്. അതിന് വിശ്വസിക്കാനോ
വിശ്വസിക്കാതിരിക്കാനോ കഴിയും? യേശു അവളുടെ വിശ്വാസം ഉയർത്തുന്നത് എങ്ങനെയെന്ന് കൂടി നോക്കുക. ഒന്നാമതായി, ലാസർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൾക്ക് ഉറപ്പു നൽകിക്കൊണ്ട് അവൻ അവളുടെ ഇപ്പോഴത്തെ വിശ്വാസം അംഗീകരിക്കുന്നു. അവസാന നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം എന്ന് മർത്ത പറയുന്നു. തുടർന്ന് യേശു അവളെ ഉയർന്ന വിശ്വാസത്തിലേക്ക് വിളിക്കുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാന ദിവസം ഉയർക്കും എന്ന പൊതുവിശ്വാസത്തിലല്ല, എന്നിൽ വിശ്വസിക്കുന്നുവോ എന്നാണ് ചോദ്യം. അവൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് മർത്തയോട് ചോദിച്ച അതേ വാക്കുകൾ ഇന്ന് നമ്മോട് ചോദിക്കുകയാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ കാണും എന്നത് നിസ്സംശയം. തുടർന്ന് യേശു കല്ലറയിങ്കൽ വന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ആ കല്ല് എടുത്തു മാറ്റുവിൻ. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്നവന് ഒരു കല്ല് മാറ്റാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നിരിക്കെ കല്ല് മാറ്റാൻ പറയുന്നത് എന്തിനാണ്? ഇത് ബോധപൂർവം ഒരു കാര്യം നമ്മെ പഠിപ്പിക്കാനാണ്. അതായത്, തൻ്റെ കൃപയുടെ പ്രവർത്തനത്തിൽ മനുഷ്യന്റെ സഹകരണവും പങ്കാളിത്തവും ആവശ്യമാണ്. അവിടുന്ന് കൃപയും ശക്തിയും അത്ഭുതവും നൽകുന്നു. എന്നാൽ അവിടത്തേക്ക് പ്രവർത്തിക്കാനുള്ള വഴി നാം തുറന്നു കൊടുക്കണം. ദൈവം നമ്മിൽ ഒരിക്കലും നിർബന്ധപൂർവം മാറ്റം വരുത്തില്ല. ദൈവകൃപ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അത് മനുഷ്യന്റെ പങ്കാളിത്തത്തെ ക്ഷണിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രതിരോധങ്ങളും എതിർപ്പുകളും നാം നീക്കം ചെയ്യുമ്പോൾ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പുതിയ ജീവൻ അവിടുന്ന് നൽകുന്നു. മർത്ത അവിടെ തടസ്സം പറയുന്നുണ്ട്. ഇത് നമ്മുടെ തന്നെ മടിയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഒരുപാട് വൈകിപ്പോയി, എൻ്റെ ജീവിതം തകർന്നു, കടുത്ത നിരാശ, ലജ്ജാകരമോ വേദനാജനകമോ ആയ കാര്യങ്ങൾ. എന്നാൽ യേശു മറുപടി നൽകുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? കാര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ കല്ല് ഒരു പ്രതീകമാണ്. നമ്മിലെ ജീവനെയും കൃപയെയും പരിവർത്തനത്തെയും തടയുന്ന എല്ലാറ്റിനെയും ഈ കല്ല് പ്രതിനിധീകരിക്കുന്നു. പാപം, ആത്മീയ ജീവിതത്തെ ശ്വാസം മുട്ടിക്കുന്ന ശീലങ്ങൾ, അഹങ്കാരം, ദൈവത്തിന് കീഴടങ്ങാനുള്ള വിസമ്മതം, അവിശ്വാസം, ഭയം, കഴിഞ്ഞകാല മുറിവുകൾ, നാം മറച്ചു വയ്ക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യുന്ന കാര്യങ്ങൾ. കല്ലറയെന്ന പോലെ നമ്മുടെ ഹൃദയവും അടഞ്ഞതും മുദ്രവയ്ക്കപ്പെട്ടതും ഇരുണ്ടതുമായി തീരാം. നമുക്ക് ഒരു ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ഹൃദയത്തെ മൂടിയിരിക്കുന്ന കല്ല് എന്താണ്? ക്രിസ്തുവിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഞാൻ ഭയപ്പെടുന്നത് എന്താണ്? ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ കഴിയേണ്ടതിന് ഞാൻ മാറ്റേണ്ടത് എന്താണ്? കുമ്പസാരം പാപമെന്ന കല്ല് നീക്കം ചെയ്യുന്നു. ക്ഷമ പകയെന്ന കല്ല് നീക്കം ചെയ്യുന്നു. പ്രാർത്ഥന നിസ്സംഗത എന്ന കല്ല് നീക്കം ചെയ്യുന്നു. വിനയം അഹങ്കാരം എന്ന കല്ല് നീക്കം ചെയ്യുന്നു. ഓർക്കണം, നമ്മുടെ ഹൃദയത്തിൻ്റെ കല്ലറ ക്രിസ്തു നിർബന്ധപൂർവം തുറക്കില്ല. അവിടുന്ന് അതിനു മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു, ആ കല്ല് എടുത്തു മാറ്റുവിൻ. അപ്പോൾ നമ്മൾ അത്ഭുതം കാണും. തുടർന്ന് യേശു അരുളി ചെയ്തു, ലാസറെ പുറത്തു വരിക. ലാസർ ജീവനിലേക്ക് വരുന്നു. അപ്പോഴും അവനിൽ കെട്ടുകൾ അവശേഷിക്കുകയാണ്. യേശു പറയുന്നു, കെട്ടുകൾ അഴിക്കുവിൻ. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്നാൽ മറ്റുള്ളവർ അവൻ്റെ കെട്ടുകൾ അഴിക്കണം. ഇത് നമ്മുടെ പ്രവൃത്തിയാണ്, സഭയുടെ പ്രവൃത്തിയാണ്. എന്താണ് ഈ കെട്ടുകൾ? നാം ദൈവത്തിലേക്ക് തിരിഞ്ഞതിന് ശേഷവും നമ്മെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളാണവ. പഴയ ശീലങ്ങൾ, പാപത്തിലേക്കുള്ള പ്രവണതകൾ, ഭയവും കുറ്റബോധവും, വൈകാരികമായ മുറിവുകൾ, വളർച്ചയെ തടയുന്ന ആസക്തികളും ബന്ധനങ്ങളും. ലാസറിൻ്റെ കെട്ടുകൾ അഴിക്കാൻ യേശു സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്, അർത്ഥമാക്കുന്നത് ആത്മീയമായി നമുക്ക് ഒറ്റയ്ക്ക് വളരാനാകില്ല എന്നതാണ്. നമുക്ക് സഭ, കൂദാശകൾ, പ്രത്യേകിച്ച് കുമ്പസാരം, മാർഗനിർദ്ദേശം, പ്രോത്സാഹനം, തിരുത്തലുകൾ എന്നിവ ആവശ്യമാണ്. വീണ്ടും നമുക്കൊന്ന് ചിന്തിക്കാം. എന്നെ ഇപ്പോഴും ബന്ധിച്ചിരിക്കുന്നത് എന്താണ്? വളരാൻ എനിക്കെവിടെയാണ് സഹായം വേണ്ടത്? മറ്റുള്ളവർ സ്വതന്ത്രരാകാൻ ഞാൻ അവരെ സഹായിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, രോഗങ്ങളും കഷ്ടപ്പാടുകളും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട്
നമ്മെ കൂടുതൽ താതാത്മ്യം പ്രാപിക്കുന്നതിനായിട്ടാണെന്നും ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കുന്നതിനും അങ്ങനെ അനേകർ വിശ്വാസത്തിലേക്ക് വരുന്നതിനുമുള്ള ഉപാധിയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും അർഹരാക്കണമേ എന്നും പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിലെ കല്ലുകൾ എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവിന് പ്രവർത്തിക്കാൻ അവസരങ്ങളുണ്ടാക്കാം. ജീവിക്കുന്നവനായ ക്രിസ്തു പരിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത് അതാണ്. ലാസറിന് ലഭിച്ചത് ഭൗതികമായ ജീവനാണ്. അവൻ മരിച്ചവരിൽ നിന്ന് തിരിച്ചു വന്നു. എന്നാൽ പിന്നീട് അവൻ വീണ്ടും മരിക്കുമായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ യേശു ഇതിലും വലിയ ഒന്നാണ് നൽകുന്നത്, നിത്യജീവൻ. പരിശുദ്ധ കുർബാന നമ്മെ ആത്മീയ മരണത്തിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുന്നു. പാപത്തിൽ നിന്ന് കൃപയിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്. ഓരോ തവണയും നാം യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മിലുള്ള ക്രിസ്തുവിൻ്റെ ജീവനിൽ നാം ശക്തിപ്പെടുകയാണ്. കല്ലറയ്ക്കൽ നടന്ന അത്ഭുതം ദൃശ്യവും ആശ്ചര്യജനകവുമായിരുന്നു. എന്നാൽ പരിശുദ്ധ കുർബാന എന്നത് എല്ലാ ദിവസവും സംഭവിക്കുന്ന അദൃശ്യമായ ഒരു അത്ഭുതമാണ്. വിശ്വാസത്തോടും അനുതാപത്തോടും തുറന്ന ഹൃദയത്തോടും നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.